നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗ്രീസിൽ ആളുകൾ ഹസ്തദാനം ചെയ്തിരിക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഷേക്ക് ഹാൻഡ്. അപ്പോൾ ഈ ഹാൻഡ് ഷേക്കിനെ കുറിച്ച് പറയുന്നത് അത് പുരാതന കാലഘട്ടങ്ങൾ മുതൽ തന്നെ സമാധാനത്തിൻ്റെ ഒരു ചിഹ്നമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. കാരണം മനുഷ്യൻ്റെ കയ്യിൽ ആയുധമില്ല, മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഷേക്ക് ഹാൻഡ് ചെയ്തിട്ട് നമ്മൾ മുഖത്തോട് നോക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ബലമായിട്ട് കൈകൾ ചേർത്ത് പിടിക്കുമ്പോൾ അതിനർത്ഥം നമ്മൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ യോജിക്കുകയാണ്, ഒരു മനസ്സുള്ളവരാണ്, നമ്മുടെ മനസ്സിൽ വേറൊന്നുമില്ല, കാപട്യമില്ല, ആത്മാർത്ഥതയുണ്ട്, വിശ്വസ്തതയുണ്ട്, കെട്ടുറപ്പുണ്ട്, സ്ഥിരോത്സാഹമുണ്ട്, ദീർഘവീക്ഷണമുണ്ട് എന്നുള്ളതൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നത്. ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലെയും ഭരണകർത്താക്കൾ പരസ്പരം കാണുമ്പോൾ അവർ ഷേക്ക് ഹാൻഡാണ് ചെയ്യാറുള്ളത്. ഇന്ത്യയിൽ ഷേക്ക് ഹാൻഡ് ചെയ്യുന്ന പ്രവണത ഇന്ത്യൻ സംസ്കാരത്തിന് കുറവാണ്. അതിന് പകരമായിട്ട് കൈകൂപ്പി നിന്ന് നമസ്കാരം പറയുന്ന രീതിയാണുള്ളത്. എങ്കിൽ തന്നെയും ഇന്ത്യയിൽ കോർപ്പറേറ്റ് സംസ്കാരം വന്നതിന് ശേഷം ഇന്ത്യയിൽ എല്ലാവരും സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിൽ ഷേക്ക് ഹാൻഡാണ് ചെയ്യാറുള്ളത്. അതിപ്പോൾ ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും അത് ഷേക്ക് ഹാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരേ മനസ്സിന് ഉടമകളാണ്, നമ്മുടെ നിലപാടുകളും ദർശനങ്ങളൊക്കെ ഒന്നാണ് എന്ന് നമുക്ക് തെളിയിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മളിന്ന് കാണുന്ന പലതരത്തിലുള്ള ബോഡി ലാംഗ്വേജും പലതരത്തിലുള്ള ആംഗ്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ പൂർവികന്മാർ പല സംസ്കാരങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. അതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഷേക്ക് ഹാൻഡ് ഇപ്പോൾ ലോകത്തിലെ മിക്കവാറും എല്ലാ സംസ്കാരങ്ങളിലും, പ്രത്യേകിച്ചും കോർപ്പറേറ്റ് സംസ്കാരങ്ങളിൽ, വിദ്യാഭ്യാസ സംസ്കാരമുള്ള ലോകത്തിലുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഷേക്ക് ഹാൻഡ് ചെയ്യുക. അത് അത്രയും മാത്രം ജനകീയമായ ഒരു പ്രവൃത്തിയായി മാറിക്കഴിഞ്ഞു.